നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. ഷൊർണൂരിൽ കുംഭാര ഭാഷയിൽ വേറിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം. BJP സ്ഥാനാർത്ഥിക്കായി തയ്യാറാക്കിയ ചുമരെഴുത്ത് ശ്രദ്ധേയമാകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഷൊർണൂർ നഗരസഭയിലെ 15-ാം വാർഡ് ചുടുവാലത്തൂരിൽ BJP സ്ഥാനാർത്ഥി K രേവതിക്ക് വേണ്ടി കുംഭാര ഭാഷയിൽ ചുമരെഴുത്ത് നടത്തിയത് ശ്രദ്ധേയമാകുന്നു. മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന ഈ പ്രദേശത്ത് ലിപികളില്ലാത്ത കുംഭാര ഭാഷാ പ്രയോഗത്തെ മലയാള ഭാഷയിലാക്കിയാണ് പ്രചാരണം. മനഃ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഷൊർണൂരിന് BJP സ്ഥാനാർത്ഥിത ജയിപ്പിച്ചവല. വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി ഷൊർണൂരിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നർത്ഥം വരുന്ന ഈ വാചകം വഴിയാത്രക്കാർക്ക് കൗതുകമായി. ഈ മനഃ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് മനഃ എന്ന് പറഞ്ഞാല്. തുടർച്ചയായി കാവല, തുടർച്ചയായിട്ട് വേണം ഈ ഭരണം, തുടർച്ചയായി കാവല, നമ്മുടെ വാർഡിലത്തെ തുടർച്ചയായി കാവല. നമ്മുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയാണ്, റോഡ് സേവന. പിന്നെ എന്താണ് ഇപ്പോ ഇത്തരം ഒരു ഭാഷ വേറെ എവിടെ ഇത്തരത്തിലുള്ള ഒരു ചുമരെഴുത്തില്ല. ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇത്തരം രീതികളൊക്കെ? പക്ഷെ ഈ ഭാഷ ഞങ്ങളുടെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ കുഴത്തൊഴിലിന്റെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ സമുദായത്തിന്റെ ഭാഷയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രമേ വായിക്കാനും പറ്റുള്ളൂ. ഇതിന് ലിപിയില്ല. ഇതില് എല്ലാം മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാം കൂടിയതാണ്. നിങ്ങൾ പറയുന്ന ഭാഷ ഇവരിങ്ങനെ എഴുതിയിരിക്കുന്നു മാത്രം, പ്രത്യേകിച്ച് ലിപിയില്ല. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് കാരണമാണ് എഴുതിയത്. മുൻ മത്സരങ്ങളിൽ ഇതുപോലെ എഴുതിയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. ഇനിയിപ്പോ ഇതേമാതിരി എല്ലാ സ്ഥലത്തും എഴുതാൻ പോവാണ്. വാർഡിലെ 40ഓളം വരുന്ന മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ സംസാര ഭാഷയിലുള്ള ഈ വേറിട്ട പ്രചാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആദ്യമായാണെന്ന് നാട്ടുകാർ പറയുന്നു. നഗരസഭയിലെ കുമ്പാരൻകട്ടി വാർഡിലും ഇത്തരത്തിൽ കുംഭാര ഭാഷയിൽ ചുമരെഴുത്ത് നടത്തിയിട്ടുണ്ട്. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മൺപാത്ര തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അവർക്ക് അവരുടെ ഭാഷയുടെ രീതിയിൽ അവരോട് സ്നേഹം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലിപി ഇല്ലാത്തൊരു ഭാഷയാണ് അവരുടെ. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രസാദമായിട്ട് അത്രയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് തുടർന്നുണ്ടാവും എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് പ്രകടമാവുന്നത്.